വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. രാവിലെ സമയം ഇപ്പം 5:20 രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പം കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാപ്പി എന്ന് പറയുന്നത് പുട്ടുണ്ട്, പപ്പടമുണ്ട്, ചായയുണ്ട് കേട്ടോ. നേരെ കഴിക്കാം. കുറച്ച് പുട്ടെടുത്ത് വയ്ക്കണം, പിന്നെ പപ്പടം എടുക്കുക. അടിപൊളി. അപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 11 to 3 വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരെ വീട്ടിലോട്ട് കേട്ടോ. അടി പോകുന്നു. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഓർഡർ കൊടുത്ത് ഇവിടെ വലിയ തുറയാണ് കൊടുത്തത്. ഭയങ്കര ശക്തി കേട്ടോ, അടിപൊളി. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊന്നും ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മൾ പിന്നെ വെളിയിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് വലിയ സംഭവമായിട്ട് തോന്നണം. അവിടെ 1-2 ബോട്ടുകളുണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6, 7 8 ബോട്ട് അവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്. മീൻ പിടിക്കാൻ വല ഇട്ടിട്ട് വെയിറ്റ് ചെയ്യിക്കുന്നതായിരിക്കും കേട്ടോ. അവിടെ ഒരു പാലുണ്ട് കേട്ടോ, പകുതി മുറിഞ്ഞൊരു പാലം. ഇതിപ്പോൾ വലിയ ദൂരം ആ സൈഡാണ് നിൽക്കുന്നത്. നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടില്ല. എന്തായാലും നേരെ പോവാം. ഓക്കെ. ഭയങ്കര പൂറ്റം കല്ലുകൾ വാരി ഇട്ടേക്കണേ കേട്ടോ, തിരയടിച്ച് പോകാതിരിക്കാനേ. അടിപൊളി. ഏകദേശം 11 to 3 ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ എന്ന് പറയുന്നത് ബർഗർ കിങ് ആണ് കേട്ടോ. മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൻ്റെ അവിടെയാണ് തോന്നുന്നത്. കിലോമീറ്റർ എന്ന് വെച്ചാൽ 1.1 കിലോമീറ്റർ ഉള്ളൂ. മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ട് ആണെന്ന് അറിഞ്ഞൂടാ കേട്ടോ, തന്നെ തോന്നണം. ഇവിടുന്ന് റൈറ്റ് കയറണം. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല കിടുക്കാച്ച് വെയിലാണ്. ഇവിടെ വന്ന ഓട് കിട്ടും കേട്ടോ. ഓട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഓട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മളെ എയർപോർട്ടിൻ്റെ ഗേറ്റില്ലേ, എയർപോർട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് അകത്തോട്ട് മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ട് പോണ ലൊക്കേഷൻ ഇട്ടാണ്. ഇപ്പോൾ ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് എന്ന് പറയുന്നത് ക്രിസ്പി വെജ് ബർഗറും പെരി പെരി മീൽസാണ് കേട്ടോ. അതായത് ഒരു കോഫിയും കൂടെ ഉണ്ട്. ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാലേ ലുലു മാൾ വന്നുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണ്. പിസ്സ ഹട്ടുണ്ട്. ഇവിടെ പുതിയ പണ്ടൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഇപ്പോൾ ഭയങ്കര തിരക്ക് കുറവ് കേട്ടോ. അപ്പോൾ നല്ല വിശ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ടൈം ലിഫ്റ്റ്. ഓക്കെ, സെറ്റ്. കഴിച്ചപ്പോൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു താക്കോൽ ഇവിടെ മിസ്സായി കേട്ടോ, നോക്കിയിട്ട് കണ്ടില്ല. എന്ന് പറയണം മാഞ്ചാലിക്കുളമാണ് കേട്ടോ, തമ്പാനൂരാണ് കൊടുക്കാനുള്ളത്. താക്കോൽ ഇവിടെ മിസ്സായി കേട്ടോ. ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് 4.4 കിലോമീറ്റർ ഉണ്ട്. നല്ല ചൂടുമുണ്ട് കേട്ടോ. എന്താ പൊന്നെ കിടില ചൂട്. റൈറ്റ് സൈഡിലാണ് മറ്റേ അതിൻ്റെ പ്രധാനപ്പെട്ട എൻട്രി. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇത് മിക്കവാറും ഇവിടെ സ്പീഡിന് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും കേട്ടോ ഇങ്ങനെ റോഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിങ്ങനെ. ടൈൽസ് അല്ല, കല്ല് ഇട്ടിങ്ങനെ. അല്ലെങ്കിൽ വണ്ടിയെല്ലാം സ്പീഡിന് അങ്ങ് പോകൂലേ, ഇതാകുമ്പോൾ സ്പീഡിന് പോകൂല. ഇവിടുന്ന് ലെഫ്റ്റ് അകത്തോട്ട് പോയാൽ എയർപോർട്ട്,
നമുക്ക് ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറണം കേട്ടോ, ഭയങ്കര ആഗ്രഹമാണ്. അസാധ്യ ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂട് കേട്ടോ. ലെഫ്റ്റ് സൈഡാണ് മറ്റേ ഹോണ്ടയിലെ ഷോറൂം കേട്ടോ. സർവീസ് റോഡിലാണ് ഹോണ്ടയിലെ ഷോറൂം. താഴെ മറ്റേ ഹീറോ ഹോണ്ടയിലെ ബൈക്കിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ. ഹോണ്ടയിലെ മൊത്തത്തിലാണ്, കാറും ബൈക്കും ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേക ഷോറൂമല്ല, ഒറ്റ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 80 കിലോമീറ്റർ സ്പീഡിൽ പോകാമെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് 80 പോയാൽ നമുക്ക് മുതലാവില്ല, അതുകൊണ്ട് പോകണില്ല. നമ്മളൊരു 45, 50, 55 പിടിക്കും. ഞാൻ സ്ലോ ആയിട്ട് പോകണോണ്ട് ഞാൻ ഈ സൈഡ് കീപ്പ് ചെയ്തേ പോവുള്ളൂ കേട്ടോ. നമുക്ക് സ്പീഡിൽ വേണമെങ്കിൽ പോവാം, പക്ഷേ എണ്ണ പോവും, നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പതുക്കെ ഒരു 40-50 സ്പീഡിൽ പോവേ. ഇവിടെ യൂ ടേൺ എടുക്കണം. ബാക്കി വണ്ടിയില്ല, ഫ്രണ്ടിലോട്ടും ഇല്ല വണ്ടി. ഓക്കെ ഗായ്സ്, എന്തായാലും നമുക്ക് അവിടെ യൂ ടേൺ എടുക്കാം കേട്ടോ. ഇവിടെ എത്തുമ്പോൾ 50 കിലോമീറ്ററാണ് സ്പീഡ്, അവിടെ 80 കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ. പോകാൻ നൈസായിട്ട് ഒരു അഡ്വഞ്ചർ 390 പറഞ്ഞു കേട്ടോ. ഗൈസ്, അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. 103 ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശകലം താമസിച്ചു കേട്ടോ, ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ 38 രൂപയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ മദേസ് വെജ് പ്ലാസ, സ്വാഭാവികമാണല്ലോ. കഴിച്ചപ്പോൾ ഒരുവിധം മദേസ് വെജ് പ്ലാസ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്ക് കേട്ടോ. അയ്യോ, വണ്ടി ഇവിടെ ഒക്കെ അയ്യോ സ്ഥലമില്ലല്ലേ, അപ്പുറത്തോട്ട് വയ്ക്കാം കേട്ടോ. ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാട്ടോ. സ്വിഗ്ഗി ഓടിയ സമയത്ത് ഇവിടെ തന്നെ ഇരുന്നത്. അന്നിവിടെ അവിടെ ആ കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഫുഡ് റെഡി അല്ല കേട്ടോ, റെഡിയല്ല. പക്ഷേ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല താമസം കേട്ടോ. ഐറ്റം എന്ന് പറയണത് പിന്നെ ഉപ്പാകുമ്പോൾ റോസ് മിൽക്കുമാണ്. 2 ഐറ്റമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തിരക്ക്. ഇവിടുത്തെ പാചകം എന്ന് പറയണത് തൊട്ടപ്പുറത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത് പാചകം. വിറകടുപ്പായണ്ടേ, ഗ്യാസ് ഇല്ലെന്ന് തോന്നണം കേട്ടോ. ഗ്യാസ് സിലിണ്ടർ എല്ലാം ഇവിടെ കുറഞ്ഞു. സംഭവം റെഡി ആയിട്ടുണ്ട്. 30.59. ഏകദേശം ഐറ്റം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഒരു 1.2 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ. 5 രൂപയാണ് കൊടുക്കാനുള്ളത്. MKT ചേമ്പേഴ്സ് എന്നാണ് കൊടുത്തത്. ഓക്കെ, മിനിറ്റ് കയറി പോവാം. ഓക്കെ, സെറ്റ്. അണ്ണൻ ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ഓട്ടോക്കാർ ദേഷ്യം വന്ന് ഞാൻ അടുത്തോണ്ട് പോണെന്ന്. സമയം തോനായി കേട്ടോ. വിശപ്പ് നല്ലപോലെ ഓടിക്കുന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം 1 ലിറ്ററിൻ്റെ 3/4 ലിറ്റർ കുടിച്ച് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇനി ബാക്കി കൂടെ ഉണ്ട്. ഈ ഓറ കൂടെ കൊണ്ട് കൊടുത്തിട്ട് ചെയ്യാം, കുടിക്കാല്ലേ. കഴിച്ചപ്പോൾ ഒരു കസ്റ്റമർ ആപ്പാടെ വലിപ്പിച്ചു കേട്ടോ. കസ്റ്റമർ ലൊക്കേഷൻ കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞു. പക്ഷെ അല്ലെങ്കിൽ പറയണ്ടേ, ആ മഞ്ഞ പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞാൽ പോരെ. പുതിയ പണി നടക്കണ ബിൽഡിങ് ഇങ്ങനെയൊക്കെയാണ് പറയണം. എന്തായാലും കൊള്ളാം. എൻ്റെ ഒരു ഓവർ ഡിലേ ആയി കേട്ടോ. അപ്പോൾ അടുത്ത ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എത്ര രൂപ കിട്ടി നമ്മുടെ സൈഡിൽ കൊടുത്തത്. ഞാൻ അടുത്ത ഓവർ എന്ന് പറയുന്നത് നമ്മളെ ബാർബക്യൂ സ്പേസ് ആണ് കേട്ടോ. പാളയത്ത് പോകണം കേട്ടോ. അയ്യോ, നല്ല വെയിറ്റിംഗ് ആണ് ഇവിടെ മിക്കവാറും. ക്യാൻസൽ ആവാതിരുന്നാൽ മതിയാണ്. ക്യാൻസൽ ആയാലേ ഇന്നത്തെ ഇൻസെൻറ്റീവ് മൊത്തം പോകും. ഓക്കെ, എന്തായാലും നേരെ വെച്ച് പിടിക്കാം. ഭയങ്കര ട്രാഫിക് ഉണ്ട് കേട്ടോ. കസ്റ്റമർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ തിന്നയില്ല.
കറി കാണിക്കും. കഴിച്ച അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി. ഇപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറെന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരാം കേട്ടോ. ചോറുണ്ട്, ചോറുണ്ട്, ചക്കയുണ്ട് കേട്ടോ, ചക്ക, പിന്നെ മീൻകറിയുണ്ട്. അപ്പോൾ എല്ലാം കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇനി വെള്ളം ഒഴിക്കാൻ പോകണം. 549 85 പൈസയാണ് ടോട്ടൽ കിട്ടിയത്. 12 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമുക്ക് 750 രൂപ മാത്രം ഓർഡർ ഏണിങ്സ് കിട്ടാനുള്ളതാണ്. പ്ലസ് ഇൻസെൻറ്റീവ് 142 രൂപ കൂടെ കിട്ടാനുള്ളതാണ്. ഇന്നലെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഒരു ഓർഡർ കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ വഞ്ചൂർ കോടതിയില്ല അവിടെ കസ്റ്റമർ പിന്നെ പറഞ്ഞ ലൊക്കേഷൻ കൊടുത്തിരുന്ന ലൊക്കേഷൻ കറക്റ്റാണ്, പക്ഷേ പറഞ്ഞ ബിൽഡിങ് മാറിപ്പോയി. അപ്പോൾ അവർ പുതിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഹോട്ടലിൻ്റെ അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ മെൻ്റലിൽ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് അവിടെ പണി നടക്കണേ ഉള്ളൂ. അപ്പോൾ അതല്ല. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ ഇപ്പുറത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഇന്ന പെയിൻ്റ് അടിച്ചതാണ് വീടാണെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ. ഇത് അവിടെ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, താഴെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറേ സമയം പോയി. അങ്ങനെ ഓർഡർ ഡിലേ ആയി. പിന്നെ 2 ഓർഡർ ഇത് ക്യാൻസലായിപ്പോയി. അത് ലോങ് ഓർഡറായിരുന്നു. 150+ രൂപ കിട്ടുന്ന ഓർഡറായിരുന്നു. നമ്മളെ ബാർബിക്യൂ സ്പേസ് ഉണ്ടല്ലോ പാളയത്ത്, അവിടെയായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ ടോട്ടൽ ഏകദേശം 900 രൂപ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഇൻസെൻറ്റീവ് പോയിട്ടുണ്ട്, 141 രൂപ പോയി. അതിൽ കൊടുത്തേക്കുന്നത് ക്യാൻസലേഷൻ തന്നെ മെയിനായിട്ട് പറയുന്ന ക്യാൻസലേഷനാണ്, അതുകൊണ്ട് കിട്ടില്ല സാർ. അപ്പോൾ ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ചെയ്യാം. ബൈ.